ഹലോ. അപ്പോഴേ നമുക്ക് വീതി കുറഞ്ഞ തുണി, നമുക്ക് ഒത്തിരി വീതി കുറഞ്ഞ തുണികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അത് ഫ്ലെയർ ആക്കണമെന്ന് നോക്കാം. കാരണം ഞാൻ എടുക്കുന്നത് 6 പാനലിലാണ്. 6 പാനലിൽ എടുത്തിട്ട് എങ്ങനെയാണ് ഫ്ലെയർ ആക്കുന്നത്, വീതി കുറഞ്ഞ തുണിയാകുമ്പോൾ നമുക്ക് എങ്ങനെ ഫ്ലെയർ ആക്കുമെന്ന് നോക്കാം. ഞാൻ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ 6 പാനൽ എടുക്കുമ്പോൾ ഞാൻ 6 പാനൽ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. എന്നാലും നമ്മളുടെ ലെങ്ത് അറിയണം, അതുപോലെ തന്നെ നമ്മുടെ വിഡ്ത് അറിയണം. നമ്മൾ 6 പാനൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ലെങ്ത് എടുത്തു, നമ്മൾ സാധാരണ എടുക്കുന്ന ലെങ്തിനേലിൽ കൂട്ടിയെടുക്കണം കേട്ടോ. 2 ഇഞ്ച് വല്ലോ കൂട്ടിയെടുത്തു, 2 ഇഞ്ച് കൂട്ടുക. അതിനുശേഷം നമ്മൾ പീസ് ഇങ്ങനെ ഇട്ടേക്കാണ്, കണ്ടോ മിസ്. ഇങ്ങനെ പീസ് ഇങ്ങനെ ഞാൻ എടുത്തിട്ടേക്കാണ്. ഇട്ടതിന് ശേഷം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്നുള്ള ലെങ്ത്, ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടുന്ന് ഈ വീതി, അത് കഴുത്തകലമല്ല, നമ്മൾ 3 പീസായിട്ട് എടുത്തതിന് ശേഷമാണ് ഗോഡറ്റ് പീസ് കയറ്റുന്നത്, ഫ്ലെയർ കൂട്ടാൻ കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 പാനൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ പീസിനെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. ഓക്കെ, 4ആയിട്ട് മടക്കിയിട്ടേക്കുന്ന ഒരു മെറ്റീരിയൽ ആണിത്. 4ആയിട്ടാണ് ഞാൻ മടക്കിയിട്ടേക്കുന്നത്. മടക്കിയിട്ടതിന് ശേഷം അപ്പൊ ഈ പീസ് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. ഇവിടെ നിന്ന് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ്. ഒരു 30 ഇഞ്ചിന് താഴെയാണ് നമുക്ക് ഇവിടുന്ന് 3.5 എടുത്താൽ മതി, 3.25 എടുത്താൽ മതി. 30 ഇഞ്ചിന് മുകളിൽ ഒരു 34 വരെ ഒരു 3.5 3.25 എടുക്കാം. ഇതിപ്പോ ഒരു 36, 37, 35, 36, 37 ഒക്കെ ഒരു 4 ഇഞ്ച് എടുക്കാം. അതിൽ കൂടുതലാണെങ്കിൽ 4, 4.5 അങ്ങനെ പോവും. ഈ 4, 4.5, 3, 3.25 എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതായത് ബെസ്റ്റ് സെപ്പറേഷൻ ആണ്. ബെസ്റ്റ് സെപ്പറേഷൻ മീൻസ് അതായത് നമ്മുടെ നിപ്പിൾ പോയിന്റ് രണ്ടും തമ്മിലുള്ള അകലം, അതാണ് കേട്ടോ. ബെസ്റ്റ് പോയിന്റ് നമ്മൾ എടുക്കുമല്ലോ, അതുപോലെ നമ്മുടെ നിപ്പിൾ പോയിന്റ് രണ്ടിന്റെയും കൂടെ ഉള്ള അകലത്തെയാണ് നമ്മൾ ബെസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ പകുതിയല്ലേ എടുക്കുള്ളൂ, ആ അളവാണ്. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് 4.5 കേട്ടോ. ഇവിടെ എടുക്കുന്നത് 4.5. അപ്പൊ നമുക്കിവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് വരേണ്ടത് അതിന്റെ ഇരട്ടിയാണ്, 8.5 എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ തുണിയുടെ വീതി കുറവുള്ളത് കൊണ്ട് നമ്മൾ 8.5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം പീസ് അപ്പുറത്തുണ്ടാവില്ല. അതുകൊണ്ട് ഒരു 8 ഇഞ്ച് എടുക്കാം ഇവിടെ എടുക്കുന്നത്. അപ്പൊ വീതി ഇല്ലെന്ന് പറഞ്ഞു, തുണിക്ക് വീതി കുറവായതുകൊണ്ട് നമ്മൾ ഫ്ലെയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സൂത്രം ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന 7.5 8 എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ 8 എടുത്തു. അപ്പൊ നിങ്ങൾ പീസ് നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിൽ കുറവാണെങ്കിൽ കുറവ്, കൂടുതലാണെങ്കിൽ കൂടുതൽ. നമുക്ക് ഫ്ലെയറിന് തുണിയില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കൊരു 7.5 ആണെങ്കിൽ 7.5 എടുത്താലും മതി, 8 ആണെങ്കിൽ 8 കേട്ടോ. എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ലെങ്ത് 15 വരുന്നത്. അപ്പൊ 15 വരെ നേരെ ഇങ്ങനെ കണ്ടോ എടുത്തു. എടുത്തിട്ട് നേരെ ബാക്കി ഈ പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ എടുത്തേക്കണത് ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് ഈ പീസിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോ 4.5 എടുത്തതിന് ശേഷം നമ്മൾ ഇവിടം വരെ കറക്റ്റ് 4.5 എടുത്തു, അതിന് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് വരുമ്പോ ഒരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ഇടവണ്ണം ഒതുങ്ങണമെങ്കിൽ ഒരു ഷേപ്പ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി കേട്ടോ. 2 രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമുക്ക് എപ്പോഴും 6 പാനൽ എടുക്കുമ്പോൾ എപ്പോഴും ആപ്റ്റ് ആവുന്ന ഇതാണ്. അപ്പൊ ഞാനിത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയർ കൂട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് നോക്കേണ്ടത് കേട്ടോ. ഫ്ലെയർ കൂട്ടാൻ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ 6 പാനലിൽ ഞാൻ എടുത്തത് ഈ മെത്തേഡാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ 6 പാനലിൽ എങ്ങനെയാണ് ഇത് കൂട്ടുന്നതെന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ലെങ്ത് എടുക്കുകയാണ്. ലെങ്ത് എനിക്ക് വേണ്ടത് ഞാൻ 50 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് കേട്ടോ. 50 അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടു. ഓക്കെ, കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം അപ്പൊ ഞാൻ എടുക്കുന്നത് ബെസ്റ്റ് സെപ്പറേഷൻ കണക്കാക്കിയാണ് എടുക്കുന്നത്. ബെസ്റ്റ് സെപ്പറേഷന്റെ അതേ രീതിയിലാണ് എടുക്കുന്നത് 6 പാനല് കേട്ടോ. അതായത് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഇതിന്റെ. ഓക്കെ, ഞാൻ ലെങ്ത് എടുത്തു. ലെങ്ത് എടുത്തതിന് ശേഷം ഞാൻ ബുക്കിൽ വരച്ച പോലെ തന്നെ ഇവിടുന്ന് ഞാൻ 4.5 എടുത്തു. 4.5 എടുത്തിട്ട് 15 വരെ, അതായത്
15 വരെ മീൻസ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് വരെ ഞാൻ ആ 15 വരെ എടുത്തു. അവിടെ ഞാൻ 4.5 മാർക്ക് ചെയ്ത് കൊടുത്തത്. വളരെ സിമ്പിൾ മെത്തേഡ് ഇതാണ്, മറ്റേ രീതിയെക്കാട്ടിൽ കേട്ടോ. എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത്, ഞാൻ 50 ഇഞ്ചാണ് കേട്ടോ ഇറക്കം എടുത്തേക്കുന്നത്. ഇവിടെ എടുക്കുന്നത് ഞാനൊരു 7 ഇഞ്ചാണ്. ഓക്കെ, അതായത് നമുക്ക് ഫ്ലെയർ കിട്ടാത്തതിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തേക്കണത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നോക്കൂ, നമുക്ക് അങ്ങനെ ഫ്ലെയർ കിട്ടില്ല കണ്ടോ, ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ കട്ടിങ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്ലെയർ കിട്ടില്ല, കാരണം അവിടെ 4.5 ഇവിടെ 7 എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതിപ്പോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രണ്ടും ബാക്കും കൂടെ ആണ് കേട്ടോ. അതാണ് 6 പാനൽ വരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ മോഡല് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഈ മോഡലാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഈ പീസിനെ ഇങ്ങോട്ട് തലതിരിച്ചിട്ട് പിടിപ്പിക്കും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ നമുക്ക്, അതായത് തലതിരിച്ച് ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു, ഇവിടുന്ന് ഇങ്ങനെ വന്നു. അപ്പൊ നമുക്ക് ഫ്ലെയർ കൂടണമെങ്കിൽ താഴെ പീസ് വേണം. കണ്ടോ, ഈ വേസ്റ്റ് വരെ വന്നിട്ട് നമ്മുടെ സ്ലിറ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ സ്ലിറ്റ് ലെങ്ത് ഇതിന് വരുന്നത് 21.5 21. ഓക്കെ, ഈ 21.5 നമ്മൾ മാർക്ക് ചെയ്തു. കണ്ടോ, ഈ 2 പോർഷന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വരെ ഈ പീസ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ വേറൊരു പീസ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു പീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടോ, അവിടെ നിന്ന് ഇത്ര അടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാൻ വേറൊരു, ഇതിനെയാണ് നമ്മൾ ഗോഡറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പീസിനെയാണ് നമ്മൾ ഗോഡറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നോക്കൂ, ഇവിടെ ഞാൻ ഈ കളറിലെ, അതായത് ഈ കളറിലെ പീസാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പീസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, നെക്കൊന്നും നിങ്ങൾ തയ്ച്ചിട്ടില്ല എങ്ങനെയാണെന്ന്. നമുക്ക് ഗോഡറ്റ് പീസ് കയറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് നെക്കൊക്കെ ക്ലിയർ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഈ ഗോഡറ്റ് വേണ്ടത് നമ്മൾ എടുക്കുന്നത്, ഇത് കണ്ട ഫ്രണ്ടും ബാക്കും ആണിത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഓക്കെ, ഫ്രണ്ടാണ്, ഇത് ബാക്കാണ്. അതുപോലെ തന്നെ ഇവിടെ 4 പീസ് ആ സൈഡിൽ ചേർക്കാനുള്ളതുണ്ട്. അപ്പൊ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ പീസ് ചുരിദാർ ഞാൻ ഇങ്ങനെ ഈ പീസാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണല്ലോ നമ്മുടെ സെന്റർ പീസ് വരുന്നത്. ഇങ്ങനെയാണ് സെന്റർ പീസ് വന്നേക്കുന്നത്. ഈ പീസിൽ ഇവിടാണ് നമ്മൾ സ്ലിറ്റ് വന്നേക്കുന്നത്. ആ സ്ലിറ്റിന്റെ കൂടെ, അതായത് അതിന്റെ കൂടെ നമ്മൾ ഒരു ഗോഡറ്റ് പീസ് ഇങ്ങനെ ചേർത്ത് ഈ 2 സൈഡിലും ചേർത്ത് കൊടുത്തു. കണ്ട, ഇങ്ങനെ ചേർത്ത് കൊടുത്തു. അത് വേറൊരു കളർ, അതിനോട് മാച്ചാകുന്ന കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നോക്കൂ, ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്ത് അവിടെ നമുക്കൊരു പീസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സ്ലിറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാറിന്റെ സ്ലിറ്റ്, ഇവിടെല്ലേ സ്ലിറ്റ് വരുന്നത്, ഈ ഭാഗത്താണ് സ്ലിറ്റ് വരുന്നത്. ഞാൻ ബ്ലൂ പീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ബ്ലൂ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കാണിച്ചു തരാം. അതായത് നമുക്ക് വേണ്ടുന്നത് 8 പീസാണ്. അതായത് ഈ ഫ്രണ്ടില് 2 പീസ്, കണ്ടോ, ഫ്രണ്ടിൽ ഇവിടെ 2 പീസ്, ഇവിടെ 2 പീസ്, സൈഡിലും 2 പീസ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ബ്ലൂ തുണി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ 2ആയിട്ട് മടക്കി, കണ്ടോ, നമുക്ക് ആവശ്യമുള്ള പീസ് മടക്കിയതിന് ശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് 28 ലെങ്ത് നമ്മൾ നോക്കണം. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ടായി ലെങ്ത് എന്ന് പറയുന്നത് 28 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. കണ്ടോ,
ഇതാണ് ലെങ്ത് വന്നത്. നമ്മൾ ലെങ്ത്, അതായത് നമ്മൾ ഈ ലെങ്ത് എടുക്കുന്നത് അറിയാലോ, സ്ലിറ്റിന്റെ അവിടെ നിന്നാണ് ലെങ്ത്. ആ ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് വരേണ്ടത് ഇത്രയാണ്, 27ആണ്. അപ്പൊ ഞാൻ 30ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ 30 എടുത്തിട്ട് ബ്ലൂ പീസ് എടുത്തു. കണ്ടോ, താഴെ നമുക്ക് എത്ര ആണോ ഫ്ലെയർ വേണ്ടത് 30 ഇഞ്ച് അടയാളപ്പെടുത്തുക. 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് പീസ് കട്ട് ചെയ്ത് എടുത്തു പോയി. കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്ക് ആ 30 ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ഇങ്ങനെ വളഞ്ഞിരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാനപ്പോ ഈ വളവ് മാറ്റാൻ പോവാണ്. സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ സ്കെയിൽ എടുത്ത് വെച്ച് നന്നായി വരയ്ക്കണം. കറക്റ്റ് ചെയ്യണം ഇത് കേട്ടോ. ഇത് കറക്റ്റ് ചെയ്തെടുത്ത് ഈ പീസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് കണ്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഈ വീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഞാനിപ്പോ എടുത്തേക്കണത് 6 ഇഞ്ചാണ്. 6 6 12 വരും. അതിൽ കുറവ് തുണിയാണുള്ളതെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇതുപോലുള്ള 6 പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് മെയിൻ പീസാണ്, സെന്റർ പീസ്. ഓക്കെ, ഇത് സെന്റർ പീസ് ആണ്. നമ്മൾ സ്ലിറ്റിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായി, അത് മാർക്ക് ചെയ്തത് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടോ, ഇതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ മാർക്ക് ചെയ്ത് ഇതില് നമ്മൾ സ്ലിറ്റിന്റെ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അധികം ഫ്ലെയർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ പീസും അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കണ്ടോ കറക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നോക്കൂ, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലെയർ വരുന്നത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഫ്ലെയർ ആക്കി എടുക്കുകയും ചെയ്യാം. നല്ല ഫ്ലെയർ ഇല്ലാത്ത ചുരിദാർ, അല്ലെ വീതി ഇല്ലാത്ത ചുരിദാറിനെ നമുക്ക് വീതി കൂട്ടാനുള്ള മാർഗമാണ് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം. കനലാണല്ലോ, അപ്പൊ നമ്മൾ സെന്ററിൽ സൈഡിലത്തെ പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കൊടുത്തതിന് ശേഷം കൊടുത്ത് നമ്മൾക്ക് ആ 21.5 വരെ നമ്മുടെ സ്ലിറ്റ് വരുന്നത് എവിടാണോ അവിടെ വരെ നമ്മൾ അടിക്കുക. കണ്ടോ, ഈ 2 പീസ് കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആദ്യം ആ സ്ലിറ്റിന്റെ ലെങ്ത് വരെ അടിക്കുക. അവിടാണ് നമ്മൾ കോഡറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇരുപത്തൊന്നര നമ്മൾ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 21.5 നമ്മൾ മാർക്ക് ചെയ്തതാണ്. അതിലേക്ക് അവിടം വരെ അടിക്കേണ്ട, അത്രയും അങ്ങനെ നിർത്തുക. നിർത്തിയതിന് ശേഷം ഈ പീസ്, അതായത് നമ്മൾ ഈ പീസ് എടുത്തു, ഇതിന്റെ അറ്റം ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് ഉള്ളിലേക്കൊന്ന് വെച്ച്, കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കറക്റ്റ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ മടക്കിയാണ് എടുക്കുന്നത്. ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത്, അപ്പൊ ഇത് ഒരേപോലെ 2 സൈഡും ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പീസിനെ ഉള്ളോട്ടൊന്ന് കയറ്റിയിട്ട് കറക്റ്റ് ചെയ്യും. ഇത് കറക്റ്റ് ചെയ്തില്ല എങ്കിൽ വൃത്തികേടായിരിക്കും. അപ്പൊ നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. കണ്ടോ,
ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു പോവാം. ഇത് നമുക്ക് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. കണ്ടോ, ഇത്ര ഇങ്ങനെ അടിച്ചു. ഇനി അടുത്ത പീസ് നമ്മൾ ഇവിടാണ് വരുന്നത്. ഈ പീസ് ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒരുപോലെ അടിച്ചു പോയാൽ മതി. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വെരി സിമ്പിളാണ്. നോക്കിക്കേ, ഇതുണ്ട്, ഇത്ര അടിച്ചു പോയി. നമ്മൾ ഇനി അടുത്ത പീസ് അടിക്കണം അതിൻ്റെ പുറത്ത് വെച്ചിട്ട്. പാനലാകുമ്പോൾ നമുക്ക് സുഖമാണ്. അല്ലാതെ പാനലല്ലാതെ നമ്മൾ നമ്മുടെ സാധാരണ ചുരിദാറിൽ നമുക്ക് ഈ ഗോഡറ്റ് പീസ് കയറ്റി കൊടുക്കാം ഫ്ലെയറിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ഇതിന് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. തയ്ച്ചതിന് ശേഷം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഫ്രോക്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഫ്രോക്കോ ചുരിദാറോ എന്താണെങ്കിലും കുഴപ്പമില്ല, നീറ്റായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അതേ പോയിന്റിൽ എടുത്തിട്ട് വീണ്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ അടിച്ചു കഴിഞ്ഞു. അതിൻ്റെ പോയിന്റാണിത് വരുന്നത്. കണ്ടോ, പോയിന്റ് കറക്റ്റായിട്ട് വന്നേക്കണുണ്ടോ? യാതൊരു കുഴപ്പമില്ലാതെ കറക്റ്റ് ഫിറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് തയ്ച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഗോഡറ്റ് ചുരിദാർ തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ, നമുക്ക് ഫ്ലെയർ ഇല്ലാതെ, അതായത് തുണി നമുക്ക് ഫ്ലെയറിന് തികയാതിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് ഫ്ലെയർ ആക്കി എടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് പിന്നെ ഫ്രോക്കിന് പറ്റും, അതുപോലെ തന്നെ സ്കേർട്ട്, ടോപ്പ്, കുർത്തീസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, വീണ്ടും കാണാം.